കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ അധ്വാനിക്കുന്നവന് ഭാരം ചുമക്കുന്നവനും ഒക്കെ ആശ്വാസമായിട്ട് കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ സമരത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ വർഗീയ യുദ്ധത്തിലല്ല വിശ്വസിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോൾ വർഗസമരം എന്നുള്ള അവരുടെ നിലപാട് മയം വരുത്തുകയും അവർക്ക് അധികാരത്തിന് വേണ്ടി സംഘടിത ന്യൂനപക്ഷമായി എപ്പോൾ സന്ധി ചെയ്യാൻ അവർ തീരുമാനിക്കുകയോ ചെയ്തു, ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസക്തി അവരെ നഷ്ടപ്പെടുത്തിയതാണ്. ബി.ജെ.പിക്ക് മുമ്പ് ജനസംഘമുണ്ട്. എവിടെയാണ് ജനസംഘത്തിൻ്റെ വളർച്ച എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 67 ശേഷം ജനങ്ങളുടെ മനസ്സിലുണ്ടായ മാനസിക മാറ്റം നോക്കണം. 1967 നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല കൊടുക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്പൂതിരിപ്പാട് തന്നെ ഒരു തിയറി കൊണ്ടുവന്നു, ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകാരിയാണ്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിയും മഹാത്മാഗാന്ധിയും ഏതാണ്ട് തുല്യരാണ് അവരുടെ നിലപാടുകളിൽ. ഇതൊക്കെ അന്ന് നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്നപ്പോഴാണ് ഇത് പറഞ്ഞതെങ്കിലും 67 നമ്പൂതിരിപ്പാട് വിതച്ച കാറ്റാണ് കൊടുങ്കാറ്റായിട്ട് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത അവരെ വളരെ ഡിസ്യൂണൈറ്റഡ് ആണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പം അധ്യാപകൻ്റെ കൈവെട്ടി ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ക്രിസ്ത്യാനികൾക്ക് അവർ പൊതുവെ സമാധാന പ്രേമികളാണ്, പക്ഷേ അവിടെ കാസ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായി. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കാസ ഉണ്ടായി, അവർക്ക് സ്വയം പ്രതിരോധത്തിനൊരു സംഘടന വേണമെന്ന് തോന്നിച്ചത് RSS ആണ്. അതായത് പറഞ്ഞു RSSന് പ്രസക്തി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് പ്രസക്തി ഉണ്ടാക്കിയത് RSS അല്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഠിനാധ്വാനം ചെയ്താണ് ഈ ലെവലിലേക്ക് ഈ BJPയെ കൊണ്ടുവന്നത്.